അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥൻ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. സർക്കിൾ ഇൻസ്പെക്ടറെയും സബ് ഇൻസ്പെക്ടറെയും കണ്ടിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഈ രാത്രിയിൽ? സർ, സത്യവ്രതനും കനകരാജും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? പറയാം. അവർ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടല്ലോ. പരിഹാസ്യമായി പുഞ്ചിരിച്ചിട്ട് ഗോപിനാഥൻ പറഞ്ഞു, എന്റെ വീട് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് വാറണ്ട് സമ്പാദിക്കണം. അല്ലാതെ ഞാൻ അനുവദിക്കില്ലെന്നറിയാം. എന്നാൽ നമ്മൾ തമ്മിലുള്ള പരിചയത്തിന്റെ പേരിൽ CI സാറിന് എന്റെ വീട് പരിശോധിക്കാം. സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും മുഖാമുഖം നോക്കി. സാർ പറയുന്നത് സത്യമാണോ? വിശ്വാസം വരാതെ സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കർ ചോദിച്ചു. അതെ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വീട് പരിശോധിക്കാൻ ഞാൻ അനുമതി തന്നല്ലോ. പ്ലീസ് ക്യാരി ഓൺ. അവർ തിരികെ നടക്കാൻ ഭാവിച്ചപ്പോൾ അഡ്വക്കേറ്റ് ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അവർ ഗേറ്റിന് പുറത്തിറങ്ങി. ജീപ്പിൽ കയറിയിരുന്നപ്പോ സബ് ഇൻസ്പെക്ടർ സോമൻ പറഞ്ഞു, അവൻ ഇവിടെ തന്നെ ഉണ്ട് സർ. നമ്മളെ കബളിപ്പിച്ച അയാൾ അവരെ കോടതിയിൽ ഹാജരാക്കും. താൻ പറഞ്ഞത് ശരിയാണെന്നിരിക്കട്ടെ, ഉത്തരവില്ലാതെ അയാളുടെ വീട് പരിശോധിക്കാൻ എനിക്ക് പേടിയാണ്. നമുക്ക് കുറെ മാറി നിന്ന് ശ്രദ്ധിക്കാം സർ. പ്രമാദമായ ചന്ദ്രഗിരി കേസിൽ നിന്നും അവരെ ഊഴാൻ കഴിഞ്ഞ ഗോപിനാഥിന്റെ അടുത്ത് അവർ വരും. ശരി. അവർ കുറെ ദൂരത്തേക്ക് മാറി നിന്നു. ജീപ്പ് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥൻ വീടിനുള്ളിലേക്ക് കയറി. അദ്ദേഹം തന്റെ വായനാമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ വിരലുകൾ ഓടിച്ചു. സ്ക്രീനിൽ വീടിന്റെ ഗേറ്റ് പ്രത്യക്ഷപ്പെട്ടു. ഒരു ബട്ടൺ അമർത്തിയപ്പോൾ ഗേറ്റിന്റെ എതിർവശം സ്ക്രീനിൽ ക്ലോസപ്പിൽ തെളിഞ്ഞു. എതിർഭാഗം മുഴുവൻ വീശിയെടുത്ത് കാണിച്ചു. പിന്നീട് ബട്ടൺ തിരിക്കുന്നതിനനുസരിച്ച് ഗേറ്റിന്റെ ഇടതുവശം സൂം ചെയ്ത് വ്യക്തമായി കാണിക്കാൻ തുടങ്ങി. ഒരു തട്ടുകടയുടെ പിൻവശത്ത് സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അതിനപ്പുറത്ത് ജീപ്പ് കിടക്കുന്നതും അയാൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് അടുത്ത രഹസ്യ അറയിൽ നിന്നും സത്യവ്രതനെയും കനകരാജിനെയും വിളിച്ചിറക്കി പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ വരുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. എന്താ സാറ് ചെയ്യുക? കനകരാജ് ചോദിച്ചു. നിങ്ങളെ ഞാൻ ഏതെങ്കിലും കോടതിയിൽ ഹാജരാക്കാം. അതുവരെ പുറത്തിറങ്ങണ്ട. കനകരാജിനും സത്യവ്രതനും ആശ്വാസമായി. നേരം പുലരുന്നത് വരെ സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരും സബ് ഇൻസ്പെക്ടർ സോമനും അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് കാത്തുനിന്നു. പകൽ മഫ്തിയിൽ 2 പോലീസുകാരെ ഗേറ്റിന് മുന്നിൽ നിയോഗിച്ചു. അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥന്റെ ഓഫീസും നിരീക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എന്നാൽ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് കനകരാജിനെയും സത്യവ്രതനെയും വക്കീൽ കോടതിയിൽ ഹാജരാക്കി. സത്യവ്രതനെയും കനകരാജിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. VIP-കളെ പോലെ അവരെ കൊണ്ടു നടന്ന് തെളിവെടുപ്പ് നടത്തി കുറ്റപത്രം തയ്യാറാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്തു. സബ് ജയിലിൽ കിടന്നുകൊണ്ട് സത്യവ്രതനും കനകരാജും ഉറച്ചൊരു തീരുമാനമെടുത്തു. പുറത്തിറങ്ങിയാൽ ഉടൻ എന്തു വില കൊടുത്തും ജയകുമാരിയെ വകവരുത്തണം. അവൾ ഇനി ജീവിച്ചിരിക്കുന്നത് ആപത്താണ്. അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥൻ അവരെ ജാമ്യത്തിലിറക്കി. ഉടൻ തന്നെ 2 പേരും പ്രകാശിന്റെ ഐസ്ക്രീം പാർലറിൽ പാഞ്ഞെത്തി. അവരെ കണ്ടയുടൻ പ്രകാശ് പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? ആ പെണ്ണിനെ ഇനിയും കയ്യിൽ കിട്ടുമോ? കിട്ടാതെ അവൾ എവിടെ പോകും? മുംബൈയിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയ അർജുൻ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് രഹസ്യമായി വിവരം കിട്ടി. അവൻ അവളെയും കൊണ്ട് സ്ഥലം വിടും. അവൻ എത്തിയത് നന്നായോടു പ്രകാശേ. സൗകര്യപ്പെട്ട അവനെയും കൂടി തീർത്തു കളയാം. അവൻ ആള് വില്ലനായിരിക്കും. അതങ്ങ് മുംബൈയിൽ. ഇത് കേരളമാ, നമ്മുടെ ദേശം. താനൊരു റിവോൾവർ ഇങ്ങത്താ. വെട്ടുകത്തി ചോദിക്കുന്ന ലാഘവത്തോടെ കനകരാജ് ചോദിച്ചു. എന്റെ പക്കൽ ഒന്നേ ഉള്ളൂ, അത് ഞാൻ ആർക്കും കൊടുക്കില്ല. പിന്നെ എങ്ങനെ അവനെ കൈകാര്യം ചെയ്യും? ഒരു വടിവാള് സംഘടിപ്പിച്ചാൽ മതി. സാധ്യമല്ല. വീടിനുള്ളിലാണെങ്കിലും ഇന്ന് രാത്രിയിൽ അവരെ നിശബ്ദരാക്കണം. അവർ പുറത്തേക്കിറങ്ങി ഒരു റിവോൾവർ സംഘടിപ്പിക്കാനുള്ള പദ്ധതിയെ പറ്റി ആലോചിച്ചു. ചന്ദ്രഗിരി പെൺകുട്ടിയെ കാഴ്ചവെച്ച ചിട്ടിക്കാരൻ മണിയുടെ പക്കൽ വിദേശ നിർമ്മിതമായ റിവോൾവർ ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ പിടിച്ച മണിയുടെ ഓഫീസിലെത്തി. എന്താ ചേട്ടാ, പുതിയ വല്ല കോളുമാണോ? മണി ചിരിച്ചുകൊണ്ട് കനകരാജിനോട് ചോദിച്ചു. ആകെ കുഴപ്പത്തിലായിരിക്കോടാ മോനെ. എപ്പോഴാ ജാമ്യത്തിലിറങ്ങിയത്? ഇന്ന് ഉച്ചയ്ക്ക്. ആരെയെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ? മണി ചോദിച്ചു. തട്ടിയെടുത്തിട്ടില്ല, ഒരാളെ തട്ടണം. ചേട്ടന് വട്ടാണോ? ഒരാളെ തട്ടി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ. എടാ മോനെ, അഡ്വക്കേറ്റ് കൊട്ടാരം കയ്യിലുണ്ടെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം. അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കയ്യിൽ വേണം.
വക്കീല് പറഞ്ഞിട്ടാണോ അടുത്ത പദ്ധതി? അല്ല, ജയദേവന്റെ മകളെ കൂടി തീർക്കണം. അതോടെ ആ അധ്യായം പൂർത്തിയാക്കും. ഞാൻ വന്നത് ഒരു റിവോൾവറിനാണ്. 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് തരണം. ഒന്നല്ലെങ്കിൽ രണ്ടുണ്ട എനിക്ക് വേണ്ടിവരും. ജയദേവന്റെ മകളെ തീർക്കണം. ചേട്ടൻ പിടിക്കപ്പെട്ട ഞാൻ കുടുങ്ങില്ലേ? എങ്ങനെ? ലൈസൻസ് ഉള്ള സാധനമല്ലല്ലോ. പോലീസുകാരുടെ തല്ലുകൊള്ളുമ്പോ താനെ നാവ് ചെലിക്കും ചേട്ടാ. ചേടാ, ഞാനങ്ങ് പറഞ്ഞു പോയാ നീ നിഷേധിച്ചേക്കണം. മണി ഒരു നിമിഷം ആലോചിച്ചു. കനകരാജ് റിവോൾവർ ആവശ്യപ്പെട്ടാൽ എങ്ങനെ കൊടുക്കാതിരിക്കും? ചന്ദ്രഗിരി പെൺകുട്ടിയുടെ കേസ് മാത്രം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ധാരാളം പെൺകുട്ടികളെ കനകരാജ് തരപ്പെടുത്തി മണിക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ആഴമേറിയ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. പക്ഷെ വീണ്ടും ഒരു കുടുക്കിൽ തലയിടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കനകരാജുമായി ഇനിയും ബന്ധപ്പെടേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവൻ വീണ്ടും വന്നു കയറിയിരിക്കുന്നത്. ചേട്ടൻ വെടിവെച്ച റിവോൾവർ എവിടെ? നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് മണി ചോദിച്ചു. അത് കോടതിയിലാടാ മണ്ടച്ചാരെ. കനകച്ചേട്ടാ, ഞാൻ വീണ്ടും ഒരു പ്രശ്നത്തിൽ ചാടാൻ ഉദ്ദേശിക്കുന്നില്ല. പഴയ പ്രശ്നത്തോടെ ചിട്ടിക്കമ്പനി പൊട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പൊ പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. ആ പെണ്ണ് കൊല്ലപ്പെട്ട പോലീസ് നിങ്ങളെ തന്നെ സംശയിക്കും. നിങ്ങൾ വല്ല വടിവാള് കോടാലിയെ സംഘടിപ്പിക്കുക. അത് ശരി, തെണ്ടാനുള്ള വഴി നീ പറഞ്ഞു തരികയാണല്ലേ? സർവ്വത് നശിച്ചിട്ട് നടക്കുകയാണ് ഞാൻ. വീടും പുരയിടങ്ങളും പോയി. ചന്ദ്രഗിരിയിലെ കടമുറികൾ വിറ്റു. അല്പം പൈസ ബാങ്കിലുള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ആ പെണ്ണിനെ തട്ടിയില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി നശിക്കും. നിനക്ക് അത് കാണണം അല്ലേ? കനകരാജ് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. മേശയുടെ രഹസ്യ അറയിൽ നിന്നും റിവോൾവർ എടുത്ത് കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് മടക്കി തരണമെന്നില്ല. എന്തെങ്കിലും കാരണവശാ ചേട്ടൻ പിടിക്കപ്പെട്ട ഞാൻ തടിയൂരും. പിന്നെ വന്ന് ഒന്നും പറയരുത്. പുഞ്ചിരിയോടെ കനകരാജ് റിവോൾവർ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് മണിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും ഈ റിവോൾവറിന്റെ ഉടമസ്ഥൻ നീയാണെന്ന് പറയില്ല. അവർ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ചന്ദ്രഗിരി ജംഗ്ഷന് 1 കിലോമീറ്റർ പിന്നിലിറങ്ങി. അല്പം മുമ്പോട്ട് നടന്നപ്പോ ഇടതുവശത്ത് നിയോൺ ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന കനകരാജിന്റെ വീട് കണ്ട് അയാൾ നെടുവീർപ്പിട്ടു. വലതുവശത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കയറി. മുമ്പിൽ കനകരാജും പിന്നിൽ സത്യവ്രതനും നടന്നു. കയ്യാലകളും ഇടുക്കുവഴികളും കമ്മ്യൂണിസ്റ്റ് കാർഡുകളും കടന്ന് ടാർ ചെയ്ത പഞ്ചായത്ത് വഴിയുടെ ഓരത്തെത്തി. എതിർവശത്ത് ജയദേവന്റെ വീടാണ്. മുറ്റത്തെ ലൈറ്റ് അണഞ്ഞു കിടക്കുന്നു. അത് അവർക്ക് അനുഗ്രഹമായി തോന്നി. സാവധാനം പഞ്ചായത്ത് റോഡ് മുറിച്ചു കടന്ന് പുരയിടത്തിലേക്ക് കയറി. വീടിന് സമീപമുള്ള സേലം മാവിന്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവർ ശ്രദ്ധിച്ചു. മാർജാരനെ പോലെ ഒരു ഇല പോലും അനങ്ങാതെ കനകരാജ് മുറ്റത്തേക്ക് ഇറങ്ങി. അടുക്കളയുടെ ഭിത്തിയോട് ചേർന്ന് അവൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നീങ്ങി. കിടപ്പുമുറിയുടെ പിന്നിലെത്തി ചെവിയോർത്തു. മുറിയിൽ വെളിച്ചമുണ്ട്. ജനൽ കർട്ടൻ കിടക്കുന്നത് കൊണ്ട് ഉൾവശം കാണാൻ കഴിയുന്നില്ല. വീണ്ടും കനകരാജ് നീങ്ങി തുടങ്ങി. അവൻ വീടിന്റെ മുൻഭാഗത്തെത്തി. ചെവിയോർത്തു. യാതൊരു ചലനവും വീടിനുള്ളിൽ കേൾക്കാനില്ല. അല്പം മാറി നിന്നുകൊണ്ട് മുറ്റത്ത് നിന്നും ചെറിയൊരു കല്ലെടുത്ത് വാതിൽക്കലേക്ക് എറിഞ്ഞു. വാതിൽ തുറക്കുകയോ വീടിനുള്ളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാവുകയോ ചെയ്തില്ല. വീണ്ടും കല്ലെടുത്ത് എറിഞ്ഞു. പ്രതികരണം ഉണ്ടാകാതിരുന്നപ്പോ രണ്ടും കൽപ്പിച്ച് വാതിലിൽ മുട്ടി. ആരാ? വീടിനുള്ളിൽ നിന്നും ഒരു യുവതിയുടെ ശബ്ദമുയർന്നു. ഞാനാ, ഉല്ലാസ്. ജയദേവന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ പേര് കനകരാജ് പറഞ്ഞു. മുറ്റത്തേക്കുള്ള ലൈറ്റ് തെളിഞ്ഞു. ഏത് നിമിഷവും വെടിവെക്കാൻ തയ്യാറായി റിവോൾവറിന്റെ കാഞ്ചിയിൽ വിരലമർത്തിക്കൊണ്ട് കനകരാജ് ഭിത്തിയോട് ചേർന്ന് നിന്നു. യുവതി വാതിൽ തുറന്നു. 1 സെക്കൻഡ് പോലും പാഴാക്കാതെ കനകരാജ് അവളുടെ നെഞ്ചിന് നേർക്ക് നിറയൊഴിച്ചിട്ട് ഇരുളിൽ മറഞ്ഞു. ജയദേവന്റെയും സഹദേവന്റെയും സഹോദരി ഭർത്താവിന്റെ അനുജനാണ് ചന്ദ്രമോഹൻ. അയാളും ഭാര്യ സീതയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ. 2 പേർക്കും അടുത്ത പ്രദേശങ്ങളിലേക്ക് സ്ഥലം മാറ്റി കിട്ടി. അവർക്ക് താമസിക്കാൻ സഹദേവൻ അനുജന്റെ വീട് നൽകി. ചന്ദ്രമോഹന്റെ ഭാര്യ സീതയാണ് ഉല്ലാസ് എന്ന് കേട്ടപ്പോൾ വാതിൽ തുറന്നത്. അവൾക്ക് കനകരാജിന്റെ വെടിയേൽക്കുമ്പോൾ ചന്ദ്രമോഹൻ സഹദേവന്റെ വീട്ടിലിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. വെടിശബ്ദം കേട്ടുകൊണ്ട് അവൻ ഇറങ്ങി ഓടി. പിന്നാലെ സഹദേവനും കുതിച്ചു. ജയദേവന്റെ വീട്ടിലെത്തി അവർ അസ്തജ്ഞരായി നിന്നുപോയി. സീത വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. അവളുടെ നെഞ്ചിൽ നിന്നും ഒഴുകിയ രക്തം തറയിൽ തളം കെട്ടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവർ രണ്ടുപേരും ചേർന്ന് സീതയെ താങ്ങി പിടിച്ചുയർത്തി. നാഡീമിടിപ്പും ഹൃദയമിടിപ്പും പരിശോധിച്ചു. സീത മരിച്ചു കഴിഞ്ഞുവെന്ന് അവർക്ക് ബോധ്യമായി.
സഹദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. സബ് ഇൻസ്പെക്ടർ തോമസും പാർട്ടിയും പാഞ്ഞെത്തി. ചന്ദ്രമോഹന്റെ വിശദീകരണങ്ങൾ കേട്ടു കഴിഞ്ഞയുടൻ സബ് ഇൻസ്പെക്ടർ തോമസ് സഹദേവനോട് ചോദിച്ചു, ജയകുമാരി എവിടെ? ഇവിടെ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ മുംബൈക്ക് മടങ്ങിപ്പോയി. അവളെ രക്ഷപ്പെടുത്തിയ അർജുൻ ഇവിടെ വന്നുവെന്ന് അറിഞ്ഞല്ലോ. അവൻ എവിടെ? അവനോടൊപ്പമാണ് അവൾ മടങ്ങിപ്പോയത്. അവർ പോയ വിവരം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. മലബാറി ബാബു കൊല്ലപ്പെട്ട വിവരം സബ് ഇൻസ്പെക്ടർ അറിഞ്ഞിരുന്നില്ല. ബാബുവോ അവൻ നിയോഗിച്ച വാടക കൊണ്ടയോ ജയകുമാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് സീതയെ വെടിവെച്ച് കൊന്നതായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ജയകുമാരിയുടെ പെൺവാണിഭവുമായി ഒരിക്കലും കനകരാജിന്റെയോ സത്യവ്രതന്റെയോ പേരുകൾ കേട്ടിട്ടില്ലാത്തതിനാൽ അവരെ അദ്ദേഹം സംശയിച്ചതേയില്ല. ചന്ദ്രഗിരി പെൺകുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട ജയദേവന്റെ മകൻ മരിക്കുകയും ഭാര്യയ്ക്ക് മാനസിക നില തെറ്റുകയും ചെയ്തതിനാൽ മാനസിക രോഗാശുപത്രിയുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് പഴയ പ്രതികളെ കാണാനിടയായപ്പോൾ ജയദേവൻ പിന്തുടർന്ന് ആക്രമിച്ചതിന്റെ ഫലമായിട്ടുള്ള കൊലപാതകമായിട്ടാണ് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ജയദേവനെ വെടിവെച്ച് കൊന്നിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികൾ ജയകുമാരിയെ തേടി വരേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം ചിന്തിച്ചു. മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട കേസാണെന്ന് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരെ മൊബൈൽ ഫോണിൽ വിളിച്ചു. ഉടൻ തന്നെ അദ്ദേഹം സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. സബ് ഇൻസ്പെക്ടർ തന്റെ നിഗമനങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. FIR തയ്യാറാക്കി. ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും DYSP അരുൺകുമാറിന്റെ വീട്ടിലെത്തി. രാത്രിയിൽ തന്നെ SP മൈജിയും വിവരങ്ങൾ അറിഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ട്രാൻസ്പോർട്ട് ഡിപ്പോകളും ടാക്സികളും അരിച്ചു പെറുക്കാൻ തുടങ്ങി. പ്രതി സംസ്ഥാനം വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി. ഈ സമയം കനകരാജും സത്യവ്രതനും അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥിന്റെ വീട്ടിലെത്തി. വക്കീലിനോട് ആലോചിക്കാതെ നടത്തിയ രണ്ടാമത്തെ കൊലപാതകത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ആദ്യത്തെ കേസിനെ ബാധിക്കും. ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി എന്താ സാറ് ചെയ്യുക? നിരാശയോടെ കനകരാജ് ചോദിച്ചു. തൽക്കാലം സ്വന്തം വീടുകളിലേക്ക് പോകണ്ട. നിങ്ങളെ ഞാൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഒളിപ്പിക്കാം. അവർക്ക് സുരക്ഷിതമായ ഒളി സങ്കേതങ്ങൾ അദ്ദേഹം ഏർപ്പാട് ചെയ്തു കൊടുത്തു. രാവിലെ ദിനപത്രം വായിച്ചപ്പോഴാണ് അവർ തെറ്റിദ്ധരിച്ച് മറ്റൊരാളെയാണ് കൊലപ്പെടുത്തിയതെന്ന് അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥന് മനസ്സിലായത്. പോലീസിന്റെ നിഗമനങ്ങൾ കൂടി വായിച്ചപ്പോൾ കനകരാജും സത്യവ്രതനും സംശയത്തിന്റെ കരിനിഴലിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായി. പോലീസ് സംശയിക്കുന്നത് മുംബൈ അധോലോകത്തെയാണ്. മുംബൈയിലേക്ക് വിദഗ്ധ അന്വേഷണ സംഘത്തെ അയക്കാൻ പോലീസ് വകുപ്പ് ആലോചിക്കുകയും ചെയ്യുന്നു. വാർത്തയിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്ത്രമാകാനും സാധ്യതയുണ്ട്. പോലീസിന്റെ അണിയറ നീക്കങ്ങൾ വൈകുന്നേരത്തോടെ അറിയാൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിച്ചു. മുംബൈക്ക് പുറപ്പെടാനുള്ള 5 അംഗ അന്വേഷണ സംഘത്തെ ഉച്ച കഴിഞ്ഞ് പോലീസ് വകുപ്പ് തീരുമാനിച്ചു. പോലീസ് തീരുമാനം അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥൻ ചോർത്തിയെടുത്തു. എങ്കിലും തൽക്കാലം അവർ രഹസ്യ താവളങ്ങളിൽ തന്നെ കഴിയട്ടെ എന്ന് വക്കീൽ തീരുമാനിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനു മുമ്പിൽ മുടി പറ്റ വെട്ടിയ ഒരു ചെറുപ്പക്കാരനും ബോബ് ചെയ്ത മുടിയുള്ള കണ്ണട ധരിച്ച ഒരു യുവതിയും എത്തി. ഷർട്ട് ഇൻ ചെയ്ത് പാൻസ് ധരിച്ച യുവതിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഒരു പച്ച പരിഷ്കാരിയാണെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു. ഷർട്ടും പാൻസും ധരിച്ച യുവാവും കണ്ണട ധരിച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ അവർ ഗേറ്റ് തുറന്ന് കൊട്ടാര സദൃശ്യമായ വീടിന്റെ പോർച്ചിലെത്തി. യുവാവ് കോളിംഗ് ബെൽ അടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പരിചാരകൻ വാതിൽ തുറന്നു. അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. അവൻ അകത്തേക്ക് കയറി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ഗോപിനാഥൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ? സാറുമായി ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. ക്രിമിനൽ കേസാണോ? അതെ, വരൂ. അവരെ വായനാമുറിയിലേക്ക് അദ്ദേഹം ആനയിച്ചു. ഇരിക്കുന്നതിന് മുമ്പായി യുവാവ് വാതിൽ അടച്ച് കുറ്റിയിടാൻ ഭാവിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, വാതിൽ തുറന്നു കിടക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. വേണ്ട സർ, വളരെ പ്രാധാന്യമുള്ള ഒരു കേസിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ആരും കേൾക്കണ്ട. അവർ വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം കസേരയിലിരുന്നു. പറയൂ, എന്താണ് നിങ്ങളുടെ കേസ്? സാറല്ലേ ചന്ദ്രഗിരി പെൺകുട്ടിയുടെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്? അതെ. ജയദേവൻ വധക്കേസിലെ പ്രതികളുടെ വക്കീലും ഞാനാണ്. പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. പത്രം വായിക്കാൻ കഴിഞ്ഞില്ല. പ്രതികൾ രക്ഷപ്പെടുമോ? പുഷ്പം പോലെ രക്ഷപ്പെടും. ഇത് മർഡർ കേസാണെങ്കിലും
ചന്ദ്രഗിരി കേസ് പോലെ സങ്കീർണമല്ല. അവരെ നിയമത്തിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അത് ഞങ്ങൾക്കറിയാം. ചന്ദ്രഗിരി പെൺകുട്ടിയുടെ മുമ്പിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി അവൾ തിരിച്ചറിഞ്ഞവരെയല്ലേ സാറ് രക്ഷിച്ചത്. അതൊരു വമ്പൻ റിസ്ക് ആയിരുന്നു. 30 പ്രതികൾ, ഞങ്ങൾ 18 വക്കീലന്മാർ. പ്രോസിക്യൂട്ടറെ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു. കേസ് വിസ്താരത്തിനിടയ്ക്ക് അയാൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് ആർക്കും അറിയില്ല. കഷ്ടം. നമ്മുടെ രാജ്യത്ത് നിയമം എത്ര ദുർബലമാണ്. പീഡനത്തിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞ പ്രതികളെ മുഴുവൻ കോടതി വെറുതെ വിട്ടയക്കുക. പ്രഗത്ഭനായ ഒരു വക്കീൽ കയ്യിലുണ്ടെങ്കിൽ ഏത് പെൺകുട്ടിയെയും പീഡിപ്പിക്കാം, ആരെയും കൊല്ലാം. അല്ലേ സാറേ? ചോദ്യത്തിന്റെ ധ്വനിയിൽ എന്തോ അപാകതയുണ്ടെന്ന് അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥന് തോന്നി. പ്രമാദമാകാൻ സാധ്യതയുള്ള ഒരു കേസിനെ പറ്റി സംസാരിക്കാൻ എത്തിയവർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു കേസിനെ പറ്റി സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. എന്താണ് കേസ്? വക്കീൽ ചോദിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ. ജയദേവന്റെ കൊലയാളികൾക്ക് സാറല്ലേ ജാമ്യം എടുത്തു കൊടുത്തത്? അവർ എവിടെയാണ്? കൊട്ടാരം ഗോപിനാഥൻ ഞെട്ടി. ഇവരുടെ ലക്ഷ്യം കേസിനെ പറ്റി സംസാരിക്കുകയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾ സംശയം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അവർ ഇനി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. എവിടെയാണ് അവർ? എനിക്കറിയില്ല. മിന്നൽ വേഗത്തിൽ അർജുൻ ചാടി എണീറ്റ് അഡ്വക്കേറ്റിന്റെ മുഖം അടച്ചൊരടി കൊടുത്തിട്ട് പറഞ്ഞു. മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. എനിക്കറിയില്ല. വക്കീൽ നാവടക്കുന്നതിന് മുമ്പ് അർജുൻ വീണ്ടും അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. ഇതിനിടെ അദ്ദേഹം മേശവലിപ്പ് തുറന്ന് റിവോൾവർ കയ്യിലെടുക്കാൻ തുനിഞ്ഞപ്പോൾ ജയകുമാരി അത് കൈവശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. വക്കീലെ, ഇനി സത്യം പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്വന്തം റിവോൾവർ കൊണ്ട് മരിക്കേണ്ടി വരും. അവൾ റിവോൾവർ അദ്ദേഹത്തിന്റെ പിൻകഴുത്തിൽ അമർത്തി പിടിച്ചു. അർജുൻ അദ്ദേഹത്തെ കറങ്ങുന്ന കസേരയിൽ പിടിച്ചിരുത്തി. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കൊട്ടാരം ഗോപിനാഥൻ ചോദിച്ചു. നിങ്ങൾ ആരാണ്? ഞാൻ ജയദേവന്റെ മകളാണ്. എന്റെ അച്ഛന്റെ കൊലയാളിയെ എനിക്ക് വേണം. ഒരിക്കൽ നിങ്ങൾ അയാളെ രക്ഷിച്ചു. ഇനി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കുട്ടി, നീ നിയമം കയ്യിലെടുക്കുകയാണ്. ഇതാണോ നിയമം? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വാണിഭം നടത്തിയ ഖശ്മലൻ തെളിവിന്റെ അഭാവത്തിൽ രക്ഷപ്പെടുക, പുറത്തിറങ്ങി പഴയ ശത്രുവിന്റെ മകളെ മുംബൈയിലെ ചുവന്ന തെരുവിൽ വിൽക്കുക, അവളുടെ അച്ഛനെ കൊല്ലുക, വീണ്ടും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ട് സുഖമായി ജീവിക്കുക. കോടതിക്ക് തെളിവാണ് ആവശ്യം. ഒരു പ്രോസിക്യൂട്ടർ 10-18 വക്കീലന്മാരുമായി മത്സരിച്ച് ജയിക്കുക വിഷമമാണ്. സാറേ, മാനസികമായി തകർന്ന പെൺകുട്ടിയെയും പ്രഗത്ഭനായ വക്കീലിന് പാവ കളിപ്പിക്കാം. പെട്ടെന്ന് അവർ എവിടെയാണെന്ന് പറയുക. അവരുടെ ഒളിത്താവളങ്ങൾ അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ? അർജുൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ പോകും. പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും. സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. വക്കീലെ, ഇനി നിങ്ങൾ ജീവിക്കേണ്ട. നിങ്ങൾ വക്കീലായതുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കുറ്റവാളികളെ രക്ഷിക്കാനാണ് നിങ്ങൾ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അർജുൻ ജയകുമാരിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആംഗ്യം കാണിച്ചു. വാനിറ്റി ബാഗിൽ നിന്നും മലബാറി ബാബുവിന്റെ വിദേശ നിർമ്മിതമായ റിവോൾവർ എടുത്ത് അവൾ വക്കീലിന്റെ പിൻകഴുത്തിൽ അമർത്തിപ്പിടിച്ച് കാഞ്ചി വലിച്ചു. ചിക് എന്ന ശബ്ദം കേട്ടു. വക്കീലിന്റെ ശരീരം ഒന്ന് പിടഞ്ഞ് നിശ്ചലമായി. കറങ്ങുന്ന കസേര കമ്പ്യൂട്ടറിന് നേരെ തിരിച്ചു വെച്ചു. കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വെച്ചു. വാതിൽ തുറന്ന് രണ്ടുപേരും മുറിയിൽ നിന്നും ഇറങ്ങി. ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന വക്കീലിന്റെ ഭാര്യ അവരെ നോക്കി പുഞ്ചിരിച്ചു. പരിചാരകൻ വാതിൽ തുറന്നു കൊടുത്തു. അവർ പുറത്തേക്കിറങ്ങി. വാതിൽ അടഞ്ഞു. പെട്ടെന്ന് ഗേറ്റിന് പുറത്തു കടന്ന അവർ മതിലിന്റെ ഓരം പറ്റി നടന്നു. ഈ സമയം ജയകുമാരി തലയിലിരുന്ന വിഗ് എടുത്ത് അർജുന് കൊടുത്തു. അവൻ വിഗ് തലയിൽ വെച്ചു. ജയകുമാരി ഉച്ചിയിൽ പിൻ ചെയ്തു വെച്ചിരുന്ന മുടിക്കെട്ട് അഴിച്ചിട്ടു. ഇൻ ചെയ്തിരുന്ന നീളം കുപ്പായം പാൻസിന് പുറത്തിട്ടു. കണ്ണട വാനിറ്റിൽ ബാഗിൽ വെച്ചു. തികച്ചും വ്യത്യസ്തരായി തീർന്ന അവർ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി ടൗണിലേക്ക് തിരിച്ചു. ഗോപിനാഥന് ഇഷ്ടപ്പെട്ട സീരിയൽ TV-യിൽ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വായനാമുറിയിലേക്ക് നോക്കി പലതവണ വിളിച്ചു. മറുപടി ഒന്നും കിട്ടാതിരുന്നപ്പോൾ അവർ വായനാമുറിയിൽ കയറി നോക്കി.
ചോരയിൽ കുളിച്ച് നിശ്ചലനായി കസേരയിൽ ചാരിക്കിടക്കുന്ന ഭർത്താവിനെ കണ്ട് അവർ ഉറക്കെ നിലവിളിച്ചു. വിവരമറിഞ്ഞ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥിന്റെ വീട്ടിൽ പാഞ്ഞെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പരിചാരകന്റെയും മൊഴി കേട്ടയുടൻ നഗരം അരിച്ചു പെറുക്കാൻ നിർദ്ദേശം നൽകി. കൊലപാതകത്തിന് പിന്നിലെ ചേതോവികാരം എന്താണെന്നറിയാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിഷമിച്ചു. ഗോപിനാഥന്റെ ഭാര്യ സരസ്വതിക്ക് ഭർത്താവിന്റെ കേസ് കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. നേരം പുലരുന്നതുവരെ പോലീസ് വാഹനങ്ങൾ നഗരം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല. ഒളിത്താവളത്തിൽ വളരെ വൈകി ഉണർന്ന കനകരാജ് പത്രത്തിലെ പ്രധാന വാർത്ത കണ്ട് നടുങ്ങി. ഉടൻ തന്നെ അയാൾ സത്യവ്രതന് ഫോൺ ചെയ്തു. സത്യവ്രത, നീ പത്രം കണ്ടോടാ? ഇല്ല. എന്താ? സംഗതി കുഴഞ്ഞടാ. നമ്മുടെ വക്കീലിനെ ഇന്നലെ രാത്രിയിൽ വെടിവെച്ചു കൊന്നു. ആര്? അവരല്ലാതെ ആരുമല്ല. സംഗതി തെളിച്ചു പറയടോ. ജയകുമാരിയും അർജുനും. അവരല്ലാതെ ആരുമല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയട്ടെ? ജയദേവനെ കുന്ന കുറ്റമേക്കാൻ പോവുകയാണോ? ഗോപിനാഥൻ ചത്തെങ്കിൽ വേറെ വക്കീലന്മാരില്ലേ? ഷൂ, എടാ നാശമേ, വക്കീലിനെ കൊന്നത് ജയകുമാരിയും അർജുനുമാണെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറയട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തിന്? പ്രതികൾ ആരാണെന്ന് പോലീസിന് അറിയില്ല. അവരെ എങ്ങനെയെങ്കിലും പോലീസ് പിടിച്ചില്ലെങ്കിൽ നമുക്കും ഗോപിനാഥന്റെ സ്ഥിതിയായിരിക്കും വരിക. ആദ്യം ഞാൻ പത്രം ഒന്ന് വായിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. സത്യവ്രതൻ പത്രം വായിച്ചു. പ്രതികളെ പറ്റി ലക്ഷ്യമില്ലാതെ വിഷമിക്കുന്ന പോലീസുകാർക്ക് സൂചന നൽകുന്നത് നല്ലതാണെന്ന് അവനും തോന്നി. അർജുനും ജയകുമാരിയും പ്രതികാരദാഹവുമായി നഗരത്തിൽ തന്നെയുണ്ട്. അവളെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനാവില്ല. സത്യവ്രതൻ ഫോണിലൂടെ കനകരാജുമായി ബന്ധപ്പെട്ടു. ഉടൻ തന്നെ കനകരാജ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് തന്റെ വാടക വീട്ടിലെത്തി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഫോട്ടോകളിൽ നിന്നും ജയകുമാരിയുടെ ഫോട്ടോ തപ്പിയെടുത്തു. ഫോട്ടോയുമായി അവൻ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇറങ്ങി. അകത്തേക്ക് കയറാതെ ഒരു നിമിഷം അവൻ നിന്നു. കുറെ ദൂരത്തേക്ക് മാറി നിന്ന് മൊബൈൽ ഫോണിലൂടെ സത്യവ്രതനെ വിളിച്ചു. സത്യവ്രത, ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താടാ, SI സ്റ്റേഷനിലില്ലേ? അതല്ലടാ പ്രശ്നം. പരാതി പറയുന്ന നമ്മളെ പോലീസ് സംശയിക്കും. എന്തിന്? ജയദേവനെ നമ്മൾ കൊന്നു. ജയകുമാരി പ്രതികാരം ചെയ്യാതിരിക്കാനായി ആൾ തെറ്റി സീതയെ വെടിവെച്ചു കൊന്നത് നമ്മളാണെന്ന് പോലീസ് സംശയിക്കും. എനിക്ക് മറ്റൊരു ബുദ്ധി തോന്നുന്നു. എന്താണ്? വക്കീലിനെ കൊന്നത് ജയകുമാരിയും മുംബൈയിൽ നിന്ന് എത്തിയ അർജുൻ എന്ന ദാതാവുമാണെന്ന് അജ്ഞാത സന്ദേശം കൊടുക്കാം. അവളുടെ ഫോട്ടോ പോലീസ് സംഘടിപ്പിച്ചുകൊള്ളും. ശരി, താൻ പറഞ്ഞതാണ് ബുദ്ധി. കനകരാജ് ടെലിഫോൺ ബൂത്തിൽ കയറി. ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്നും പോലീസ് സ്റ്റേഷന്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, ഞാൻ ചന്ദ്രഗിരിയിൽ നിന്നാണ് വിളിക്കുന്നത്. അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥനെ വെടിവെച്ച് കൊന്നത് കൊല്ലപ്പെട്ട ജയദേവന്റെ മകൾ ജയകുമാരിയും മുംബൈയിലെ ദാതയായ അർജുനുമാണ്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഒരു അഭ്യുദയകാംക്ഷി. കനകരാജ് ഫോൺ വെച്ചു. സബ് ഇൻസ്പെക്ടർ സോമൻ ഉടൻ തന്നെ ചന്ദ്രഗിരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹലോ, SI തോമസ് ഉണ്ടോ? SI ആണ് സംസാരിക്കുന്നത്. തോമാച്ച, ഞാൻ ടൗൺ SI സോമനാണ്. എന്താടോ? കൊല്ലപ്പെട്ട ജയദേവന്റെ മകളെ പറ്റി വല്ല വിവരവും ഉണ്ടോ? അവർ മുംബൈക്ക് പോയെന്നാണ് അറിഞ്ഞത്. എന്നാ പോയിട്ടില്ല. അവൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ടെന്ന് എനിക്ക് രഹസ്യ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അവളുടെ ഫോട്ടോ സംഘടിപ്പിച്ചു തരാമോ? എന്തിനാടോ? വക്കീലിന്റെ കൊലപാതകം നടത്തിയത് അവളും മുംബൈയിൽ നിന്ന് എത്തിയ ദാതയുമാണെന്ന് സംശയിക്കുന്നു. ഞാനൊരു പോലീസുകാരനെ അങ്ങോട്ട് ഉടൻ തന്നെ വിടാം. ഓക്കെ. ജയദേവന്റെ ജ്യേഷ്ഠൻ സഹദേവന്റെ വീട്ടിൽ നിന്നും ജയകുമാരിയുടെ ഫോട്ടോ സംഘടിപ്പിച്ചു. പോലീസുകാരൻ ഫോട്ടോ സബ് ഇൻസ്പെക്ടർ സോമനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ കയറി ബോബ് ചെയ്ത മുടിയും കണ്ണടയും ധരിച്ച ജയകുമാരിയുടെ ചിത്രം ശരിയാക്കിച്ചു. ഫോട്ടോയുമായി അദ്ദേഹം അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥന്റെ വീട്ടിലെത്തി. ഗോപിനാഥന്റെ ഭാര്യയും പരിചാരകനെയും യഥാർത്ഥ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഈ യുവതിയാണോ യുവാവിനോടൊപ്പം എത്തിയത്? ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് യുവതിയുമായി വളരെ സാമ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. കമ്പ്യൂട്ടറിൽ തയ്യാർ ചെയ്ത ചിത്രം അദ്ദേഹം അവരെ കാണിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ജയകുമാരിയുടെ ചിത്രം അവർ തിരിച്ചറിഞ്ഞു. ഇവൾ തന്നെയാണ് സർ. കണ്ണടയുടെ ഫ്രെയിമിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. സബ് ഇൻസ്പെക്ടർ സോമന് സന്തോഷമായി. അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരെ മൊബൈൽ ഫോണിൽ വിളിച്ചു. സർ, അഡ്വക്കേറ്റിന്റെ കൊലയാളിയെ തിരിച്ചറിഞ്ഞു. ആരാണ്? ജിജ്ഞാസയോടെ CI ചോദിച്ചു.
കൊല്ലപ്പെട്ട ജയദേവന്റെ മകൾ ജയകുമാരിയും മുംബൈയിൽ നിന്ന് എത്തിയ ദാദ അർജുനും അവർ കേരളം വിട്ടു കാണില്ല. താൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? വക്കീലിന്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഉടനെ അവിടെ എത്താം. സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കർ അവിടെ പാഞ്ഞെത്തി. ഗോപിനാഥന്റെ ശവസംസ്കാരം കഴിയുന്നത് വരെ അവിടെ കാത്തുനിന്നു. അത് കഴിഞ്ഞ് ഗോപിനാഥന്റെ ഭാര്യയുമായും വൃത്തിനുമായും സംസാരിച്ചു. സിഐയും എസ്ഐയും സ്റ്റേഷനിലെത്തി വിശദമായ ചർച്ച നടത്തി. കനകരാജനും സത്യവ്രതനും ജാമ്യം എടുത്തു കൊടുത്തതിലുള്ള അമർഷമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് അനുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ സത്യവ്രതനും കനകരാജനും ജീവൻ നഷ്ടപ്പെടും. മുംബൈയിൽ നിന്നും എത്തിയ ദാതയായ അർജുനായിരിക്കും കൊല ചെയ്തത്. അവന്റെ ഒരു ഫോട്ടോ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം. മുംബൈക്ക് പോയിരിക്കുന്ന അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടു. അർജുന്റെ ഫ്ളാറ്റിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു കൊടുത്തു. വർലി സീ ഫേസിലുള്ള ബിൽഡിംഗിൽ അന്വേഷണ സംഘം എത്തി. അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന മിസ്സിസ് ഡിസൂസയുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. അർജുൻ 2-3 ദിവസമായി ഫ്ളാറ്റിലുണ്ടായിരുന്നുവെന്നും രാവിലെ താൻ കണ്ടതാണെന്നുമെന്നായിരുന്നു മിസ്സിസ് ഡിസൂസയുടെ മറുപടി കേട്ട് അന്വേഷണ സംഘം ഞെട്ടി. അവിടെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അർജുൻ ദാതയല്ലെന്ന് അവർക്ക് മനസ്സിലായി. ബിൽഡിംഗിൽ താമസിക്കുന്ന ഇതര കുടുംബത്തോടും ഹൗസിംഗ് സൊസൈറ്റി ഓഫീസിലും അന്വേഷിച്ചപ്പോൾ അർജുനെ പറ്റി നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അന്വേഷണ സംഘം നാട്ടിലേക്ക് വിളിച്ച് തങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരും സബ് ഇൻസ്പെക്ടർ സോമനും ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ അവർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ജയകുമാരിയോടൊപ്പം അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ വീട്ടിലെത്തിയത് അർജുനല്ല, മറ്റാരോ ആയിരിക്കും. ഒരുപക്ഷെ ജയകുമാരി വാടകയ്ക്ക് എടുത്ത കൊലയാളി. ദൗത്യ നിർവഹണത്തിന് ശേഷം അയാൾ സ്ഥലം വിട്ടിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഇരകളായി അനുമാനിക്കാവുന്ന കനകരാജിനെയും സത്യവ്രതനെയും അന്വേഷിക്കുന്നുണ്ടാവും. തങ്ങളുടെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ സത്യവ്രതന്റെയും കനകരാജിന്റെയും വീട്ടിൽ അവർ എത്തും. സത്യവ്രതന്റെ വീടും കനകരാജിന്റെ വീടും പോലീസ് കണ്ടുപിടിച്ചു. രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. വീടിന് മുമ്പിൽ മഫ്തിയിൽ ഓരോ പോലീസുകാരെ നിയോഗിച്ചു. ഒളിവ് സ്ഥലത്ത് താമസിക്കുന്ന സത്യവ്രതനും കനകരാജിനും പോലീസുകാരുടെ നീക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചു. രാത്രിയിൽ കനകരാജും സത്യവ്രതനും സന്ധിച്ചു. ജയകുമാരിയെയും അർജുനെയും പോലീസ് പിടികൂടാൻ കഴിയാത്ത പക്ഷം അവരെ നിശബ്ദരാക്കാനുള്ള വഴികളെ പറ്റി ആലോചിച്ചു. ഐസ്ക്രീം പാർലർ നടത്തുന്ന രമേശിനെ ഫോണിൽ വിളിച്ചു. അടിക്കടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സത്യവ്രതനെയും കനകരാജിനെയും രമേശ് കൈയൊഴിഞ്ഞ് സംസാരിച്ചപ്പോൾ കനകരാജ് ക്ഷുഭിതനായി. പഴയ കേസിൽ താനും കണ്ണിയാണെന്ന് ഓർത്തുകൊള്ളണം. മര്യാദയ്ക്ക് സഹകരിക്കുന്നതാണ് നല്ലത്. ഭീഷണിയുടെ സ്വരത്തിൽ കനകരാജ് പറഞ്ഞു. താൻ പോടോ, എനിക്കുണ്ടാകുന്ന പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. രമേശ, താൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ജയകുമാരി ഭദ്രകാളിയെ പോലെ നമ്മുടെ രക്തം കുടിക്കാൻ നടക്കുകയാണ്. എന്റെ രക്തം അവൾ കുടിക്കില്ല. മേലിൽ ഈ പ്രശ്നവുമായി എന്നെ ബന്ധപ്പെടരുത്, താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് രമേശ് ഫോൺ വെച്ചു. കനകരാജും സത്യവ്രതനും ആകെ വിഷമിച്ചു. രക്ഷപ്പെടുത്താമെന്ന് ഏറ്റിരുന്ന അഡ്വക്കേറ്റ് കൊല്ലപ്പെട്ടു. രക്തരക്ഷസിനെ പോലെ ജയകുമാരി പിന്തുടരുന്നു. സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച രമേശ് കൈവിട്ടു കളഞ്ഞു. ആവശ്യമായ സാമ്പത്തികം കയ്യിലില്ല. ചിട്ടിക്കമ്പനിക്കാരൻ മണിയോട് കുറച്ച് പണം ആവശ്യപ്പെട്ടാലോ? അവൻ സഹായിക്കാൻ തയ്യാറാകുമോ? ചന്ദ്രഗിരി പെൺകുട്ടിയെ അവന് കാഴ്ചവെച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. ആ ബന്ധത്തിന്റെ പേരിലാണ് അവൻ റിവോൾവർ തന്നുവിട്ടത്. കുറെ നേരം ചിന്താഭഗ്നായി ഇരുന്നിട്ട് കനകരാജ് സത്യവ്രതനോട് പറഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞു. നിന്റെ മനസ്സിൽ വല്ല ബുദ്ധിയും ഉദിച്ചു വരുന്നുണ്ടോ? ഇല്ല, പതിഞ്ഞ സ്വരത്തിൽ അവൻ മറുപടി പറഞ്ഞു. മണിയോട് ഒരു 50,000 രൂപ ചോദിക്കാം. വേറെ വക്കാലത്തെടുക്കേണ്ടേ? അവൻ എന്തിനാ കാശ് തരുന്നത്? നല്ലൊരു പെണ്ണിനെ കൊടുക്കാമെന്ന് പറയാം. പറഞ്ഞു നോക്ക്. കനകരാജ് ചിട്ടിക്കമ്പനിക്കാരൻ മണിയെ ഫോണിൽ വിളിച്ചു. മണി, ഞാനാണ് കനകരാജ്. പത്രത്തിൽ വാർത്ത വായിച്ചു. അസലായിട്ടുണ്ട്. എന്തിനാ ചേട്ടാ അബദ്ധം കാണിച്ചത്? പറ്റിപ്പോയി. നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. ഞാൻ ചേട്ടനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എന്റെ വീട്ടിലെത്തുക. ചിട്ടിക്കമ്പനിക്കാരൻ മണി ഫോൺ വെച്ചു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കനകരാജും സത്യവ്രതനും മണിയുടെ വീട്ടിലെത്തി. അവർക്ക് മദ്യവും ഭക്ഷണവും നൽകി ശരിക്കും സൽക്കരിച്ചിട്ട് മണി വീടിന്റെ ടെറസിൽ കയറ്റി. അവർ തറയിൽ ചമ്മറം മടിഞ്ഞിരുന്നു. റിവോൾവർ ചേട്ടന്റെ കയ്യിലുണ്ടോ? മണി ചോദിച്ചു. ബുള്ളറ്റ് ബാക്കിയുണ്ടോ? ഒരു ജോലി ഞാൻ ഏൽപ്പിക്കാം. ഒരാഴ്ചക്കുള്ളിൽ സംഗതി നടപ്പാക്കണം. എന്താണ്? എന്റെ മാനേജറായിരുന്നു ഏലിയാസ്. അവൻ എനിക്ക് ബദലായി ഒരു ചിട്ടി കമ്പനി തുടങ്ങി. ആളുകൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു.
ഏലിയാസിനെ കൊല്ലണം. പ്രതിഫലം എന്തു തരും? 5 ലക്ഷം. 2.5 ലക്ഷം അഡ്വാൻസ്. കനകരാജ് സന്തോഷത്തോടെ കൈ നീട്ടി. മണി കയ്യിൽ മുറുക്കെ പിടിച്ചു. കൈ പിടിക്കാനല്ല നീട്ടിയത്, അഡ്വാൻസ് എടുക്കടാ, കനകരാജ് ആവേശത്തോടെ പറഞ്ഞു. ധൃതി പിടിക്കരുത്, എനിക്ക് ചില നിബന്ധനകളുണ്ട്, അത് പാലിക്കണം. എന്താണ് നിന്റെ നിബന്ധന? മണി സംസാരിക്കാൻ ഭാവിച്ചപ്പോൾ ഗേറ്റിന് പുറത്ത് പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് അവർ കണ്ടു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.